നിങ്ങളുടെ വ്യക്തിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെപ്പറേഷനിലാണോ നിങ്ങളിപ്പോൾ? അങ്ങനെയെങ്കിൽ ഒരു മനസ്സുകൊണ്ട് നിങ്ങളോട് ഈ ഒരു സമയം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ടൈം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സീക്രട്സ് ആണ്. അതായത് ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല. എന്തൊക്കെയോ സീക്രട്സ് ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ അവർ പറയാതെ മറച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് റിഫ്ലക്ഷനാണ്. ബീയിങ് അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് നല്ല വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഐ എം എഫ്രൈഡ് ഇറ്റ്സ് ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. അപ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ സമയം വൈകിപ്പോയോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നോ കോണ്ടാക്റ്റിലായിട്ട് ഒരുപാട് നാളുകളായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചധികം ആഴ്ചകളൊക്കെ ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജി ആയിരിക്കാം. ആൻഡ് ഫൈനലി റീയൂണിയൻ ആണ്. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. അപ്പോൾ റീയൂണിയൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞ് ഒരു ക്ലാരിറ്റി തരാൻ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു റീയൂണിയൻ ആണ് ഈ ഒരു പേഴ്സൺ സ്വപ്നം കാണുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി എന്തെങ്കിലും സീക്രറ്റ്സോ കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് നിർത്തിയത് കൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാർഡ് കൂടി നമുക്ക് എടുക്കാം. ഓക്കെ, ഫൈനൽ കാർഡ് കോൺവെർസേഷൻ ആണ്. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളെ വിളിക്കാൻ, നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കോൺടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജിയാണ്. നിങ്ങളിപ്പോൾ നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസിറ്റീവ് എനർജിക്കായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക.